നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് അഷ്ടമുടി വെൽനസിൻ്റെ കൊല്ലം സെൻറ്ററിലാണ്. ഇന്നിപ്പോൾ ആക്ച്വലി ഇവിടെ നടക്കാൻ പോകുന്ന ഒരു ഫോട്ടോഷൂട്ടാണ്. ഇതിപ്പോൾ നമ്മളുടെ ബ്രൈഡ്സിൻ്റെ ഫോട്ടോഷൂട്ട്. നിങ്ങളിപ്പോൾ തെറ്റിദ്ധരിക്കും ഞങ്ങളുടെ ബ്രൈഡ്സിൻ്റെ ഫോട്ടോഷൂട്ടാണ്. ആക്ച്വലി ബ്രൈഡ്സിൻ്റെ ഫോട്ടോഷൂട്ടല്ല. ഇതിപ്പോൾ നമ്മളുടെ സ്റ്റുഡൻസ് ഒരു 10 days ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ചിലർ സ്കിന്നിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിലർ ഹെയറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രൈഡൽ മേക്കപ്പിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെറും 10 days മാത്രമാണ് ഈ ടീം അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അവരുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഒരു ഫോട്ടോഷൂട്ടാണ്. അപ്പം ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്ന ഓരോരുത്തരും ഓരോ മോഡൽസിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മോഡൽസിനെ വെച്ചിട്ട് അവരെങ്ങനെയാണ്, അവർ പഠിച്ചിരിക്കുന്നത് എന്താണ്, അവരുടെ പെർഫോമൻസ് എന്താണെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതൊരു ടീമായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഒരാൾ ഫേസ് ചെയ്യുന്നുണ്ട്, ഒരാൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്, സാരി ഓർണമെൻറ്റ്സും ഒരാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ടോട്ടലി 2 പേര് നിന്നിട്ടാണ് കംപ്ലീറ്റ്ലി ഈ ബ്രൈഡിനെ അണിയിച്ചൊരുക്കുന്നത്. അപ്പം നമുക്ക് ഇവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. ഞാനിന്നിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം സെൻറ്ററിലാണ്. അഷ്ടമുടിയുടെ കൊല്ലം ബ്രാഞ്ചിലാണ് നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കുറേ ബ്രൈഡ്സ് നിൽക്കുന്ന കാണാൻ പറ്റും. ഒരു 7 പേരുണ്ട്. അപ്പോൾ ഇവരെ ഒരുക്കിയിരിക്കുന്ന ആൾക്കാരും ഇവിടെ തന്നെ നിൽപ്പുണ്ട്. ഇതായത് ഞങ്ങളൊരു ഫോട്ടോഷൂട്ട് പോലെ ചെയ്തതാണ്. അതൊരു 10 days ക്ലാസ് നമ്മളുടെ ഈ സ്റ്റുഡൻസ് ഈ പഠിച്ചിരിക്കുന്നവർക്ക് കൊടുത്താണ്. ഒരു 10 days, വെറും 10 days കൊണ്ട് അവർ ചെയ്തിരിക്കുന്ന വർക്കാണ്. കുറച്ച് പേര് സ്കിൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് പേര് ഹെയർ ചെയ്തിട്ടുണ്ട്. ഒരു ടീമായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് പഠിപ്പിച്ച ആ ഒരു 10 daysൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല ഭംഗിയുണ്ട് എല്ലാ ബ്രൈഡ്സിനെയും ഒരുക്കിയിരിക്കുന്ന കാണാനായിട്ട്. ഓക്കെ, ഈ ഓരോ മോഡൽസിനെ അവർ സെലക്ട് ചെയ്ത് സാധാ ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും. ഇത് അവരാരും മോഡൽസ് അല്ല, ആരും പ്രൊഫഷണൽ മോഡൽസ് അല്ല. ജസ്റ്റ് ഇവർ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അവരെ ഒരു എന്താ പറയുന്നത്, അവരുടെ സാരി ഓർണമെന്റ് സെറ്റിങ്ങും, അതായത് ഫ്ലവർ അറേഞ്ച്മെന്റും ഹെയറും മേക്കപ്പും എല്ലാം ഇവർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ ഒരു 6 o'clock സ്റ്റാർട്ട് ചെയ്തതാണ്. ഏകദേശം ടൈമൊക്കെ അവർ 3.5 hours എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. പഠിപ്പിച്ച് കൊടുത്തത് അവരതേപോലെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. നന്നായിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അവരുടെ മോഡലിൻ്റെ ഒരു റിവ്യൂവും അവരുടെ പഠിച്ചവരുടെ ഒരു റിവ്യൂവും ജസ്റ്റ് ഒന്ന് എടുക്കാം. ഇത് നമ്മുടെ മോഡലിൻ്റെ പേര് രമ്യ. ഇതും രമ്യയാണ്. ചെയ്തിരിക്കുന്ന ആൾ രമ്യ, ഇത് അഞ്ജലി. ഇവർ രണ്ടുപേരുമാണ് ഈ ബ്രൈഡിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇഷ്ടപ്പെട്ടോ?
രമ്യക്ക് ഇഷ്ടപ്പെട്ടോ? മേക്കപ്പ് ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അഞ്ജലി, രമ്യ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് പഠിച്ചതൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയോ? ഇനി നിങ്ങൾ പഠിച്ചതിന് വാല്യൂ, അതായത് നമ്മൾ പഠിപ്പിച്ച് തന്നത് നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റിയോ? മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. മാം പറഞ്ഞതുപോലെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയത്. ഓക്കെ. രമ്യ ഫസ്റ്റ് ടൈം ചെയ്യുന്ന വർക്കുകളാണല്ലോ ഇത് ഇയാൾ ഫസ്റ്റ് ടൈം ചെയ്തിരിക്കുന്ന വർക്കാണ്. അതേപോലെ തന്നെ അഞ്ജലിയാണ് ഹെയർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ചെയ്തിരിക്കുന്ന വർക്കാണ്. നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവർ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പക്ഷേ സ്റ്റിൽ ഇവരുടെ ആദ്യത്തെ വർക്ക് ഒത്തിരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബ്രൈഡിന് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഓക്കെ. ഇത് ഇവരുടെ മോഡലാണ് സുമിത്ര. ഇത് രണ്ടുപേര് ജെനിയും സിബിയും. ഇവർ രണ്ടുപേരും തന്നെ ഫസ്റ്റ് ടൈം ചെയ്തിരിക്കുന്ന വർക്കാണ്. നന്നായിട്ടുണ്ട്. സുമിത്രയ്ക്ക് മേക്കപ്പ് ഇഷ്ടപ്പെട്ടോ? സുമിത്രയ്ക്ക് മേക്കപ്പ് ഇഷ്ടപ്പെട്ടു. അതായത് നമ്മുടെ മോഡലിന് മേക്കപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ഒരു സ്റ്റാഫിൻ്റെ സിസ്റ്റർ തന്നെയാണിത്. അപ്പോൾ അവർ ട്രിവാൻഡ്രത്തു നിന്ന് വന്നിരിക്കുന്ന ഇതിന് വേണ്ടിയിട്ട് അവർ ഇത്രയും പെയിൻ എടുത്ത് അവിടെ ട്രിവാൻഡ്രത്തു നിന്ന് കൊല്ലത്ത് വന്നിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. സിബി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ജെനി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പോൾ എന്നാലും ഇതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക കറക്ഷൻസ് കൊടുക്കാനുണ്ട്. സ്റ്റിൽ ഇത് നന്നായിട്ടുണ്ട്. ബ്രൈഡിനും ഒത്തിരി ഹാപ്പിയാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റിയോ? ഒരു 1 വീക്കാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ഡേയ്സേ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഇത് നമ്മുടെ മോഡൽ അഞ്ജു. ഇതിനകത്ത് ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ ഇത് അമ്പിളി, ഇത് ജെനി. ഇത് അമ്പിളിയുടെ മോള് തന്നെയാണ്. അമ്പിളി മോളെയാണ് കൊണ്ടുവന്ന ഇന്ന് മോഡലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ മോള് എല്ലാം ഒരുങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം, അമ്മ ഇനി എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ മതിയെന്ന്. അപ്പോൾ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മോക്ക്. നന്നായിട്ട് മേക്കപ്പ് ഇഷ്ടപ്പെട്ടില്ലേ? ഇവരും അതേപോലെ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്നത് 10 ഡേയ്സ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ക്ലിയറായിട്ട് അതേപോലെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. വർക്ക് ഹെയർ ചെയ്തിരിക്കുന്നത് ജെനിയാണ്. രണ്ടുപേരും വർക്ക് നന്നായിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സ്കിന്നിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എന്താ പറയുക പാടുകളും നല്ല കുഴിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ കവറായിട്ടുണ്ട്. കുറേയൊക്കെ ഏരിയ നന്നായിട്ട് കവറായിട്ടുണ്ട്. സ്കിൻ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഇനി അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ സ്റ്റിൽ ഇത് ഫസ്റ്റ് വർക്ക് ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവരെ കൊണ്ട് പറ്റുന്നതിന് മാക്സിമം ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു അമ്പിളിക്ക് ചെയ്യാൻ പറ്റിയോ? പറഞ്ഞു തന്നതൊക്കെ ഇവിടെ ഓക്കെ. അമ്പിളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം അമ്പിളി ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ നമ്മൾ ഓരോ വർക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഒരു വലിയ ഫാക്ടറാണ്. പക്ഷേ ഇത് ഫസ്റ്റ് ടൈം വർക്കാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ മോഡലിൻ്റെ പേര് ശരണ്യ. ശ്രീദേവിയാണ് ശരണ്യയിൽ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഹെയർ ചെയ്തിരിക്കുന്നത് ജെനിയാണ്. നന്നായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാ ബ്രൈഡ്സിനും സൂപ്പറായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. ഇവർ രാവിലെ മുതൽ തുടങ്ങിയതാണ്. പക്ഷെ നമ്മുടെ ഈ ഷൂട്ടും കാര്യങ്ങളും കുറേ ടൈമായി. അപ്പോൾ അവരൊക്കെ കുറച്ച് ടയേർഡാണ്. മോഡൽസൊക്കെ കുറച്ച് ടയേർഡാണ്. സ്റ്റിൽ ഇപ്പോഴും അവർ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടോ? മേക്കപ്പ് ഇഷ്ടപ്പെട്ടോ? ആക്ച്വലി ഇവർ ട്രിവാൻഡ്രത്തു നിന്ന് അവിടെ നിന്ന് ഇവിടെ വരെ കൊല്ലം വരെ വന്ന് ഇത്രയും ട്രാവൽ ചെയ്ത് വന്ന് ഈ മേക്കപ്പ് കഴിഞ്ഞിട്ട് അവർ ഇതായിട്ട് നിൽക്കുകയാണ്. എന്നാലും സ്റ്റിൽ അവർക്ക് എല്ലാവർക്കും മേക്കപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ശ്രീദേവി ഫസ്റ്റ് ടൈം ചെയ്യുവാണല്ലോ. മേക്കപ്പ് പഠിച്ചൊക്കെ ചെയ്യാൻ പറ്റിയോ? എന്നാലും കുറച്ചുകൂടെ ബെറ്റർ ആകാനുണ്ട് എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. എന്നാലും എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ശ്രീദേവി പറയുന്നത് ഈ കുറച്ചുകൂടെ ബെറ്റർ ആകാനുണ്ടെന്നാണ്. പക്ഷേ സ്റ്റിൽ ഈ ബ്രൈഡിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും വലിയ തെറ്റുകളൊന്നും എനിക്ക് പറയാനായിട്ട് തോന്നുന്നില്ല. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം സ്കിന്നായാലും ഹെയർ ആയാലും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓർണമെൻറ്റ് സെറ്റിംഗ്, സാരി എല്ലാം പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകെ അത് ഇമ്പ്രൂവ് ആകും. ഒരു ഫസ്റ്റ് വർക്കല്ലേ. നന്നായിട്ടുണ്ട് ശ്രീദേവി, നന്നായിട്ടുണ്ട്. ഓക്കെ. ഇതാണ് നമ്മുടെ മോഡൽ. അമൃത എന്നാണ് നമ്മുടെ മോഡലിൻ്റെ പേര്. ചെയ്തിരിക്കുന്നത് ശ്രീപ്രിയയും പിന്നെ അഞ്ജലിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ശ്രീപ്രിയ എങ്ങനെ ഉണ്ടായിരുന്നു? ശ്രീപ്രിയയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? പഠിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ പ്രവർത്തിക്കാൻ പറ്റിയോ? കുറച്ച് പറ്റിയിട്ടുള്ളൂ. ശ്രീപ്രിയ പറയുന്നത് പഠിച്ചത് അത്രയും അങ്ങോട്ട് ശ്രീപ്രിയയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ സ്റ്റിൽ നമ്മുടെ ബ്രൈഡിനെ കാണാൻ ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. നന്നായിട്ട് നിപ്പുണ്ട്. ബ്രൈഡിൻ്റെ മേക്കപ്പ് നന്നായിട്ട് നിപ്പുണ്ട്. ഹെയർ ചെയ്തിരിക്കുന്നത് അഞ്ജലിയാണ്. രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇയാൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അയാൾക്ക് നന്നായിട്ട് മേക്കപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. ഇനിയും ഉള്ള ഓരോ വർക്കിൽ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇത് നമ്മുടെ മോഡൽ ബിസ്മി എന്നല്ലേ പേര്? ജിസ്മി. ഓക്കെ, ജിസ്മിക്ക് മേക്കപ്പ് ഇഷ്ടപ്പെട്ടോ?
വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ജിസ്മിക്കും മേക്കപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് സുസ്മിത, മണിക്കുട്ടി, ഇവർ രണ്ടുപേരുമാണ്. സുസ്മിതയാണ് സ്കിൻ ചെയ്തിരിക്കുന്നത്, ഹെയർ ചെയ്തിരിക്കുന്നത് മണിക്കുട്ടിയാണ്. സുസ്മിതയും എന്താ പറയുന്നത്, ഇവർ രണ്ടുപേരും ഈ 10 days ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതാണ്. പക്ഷേ നോക്കിയിട്ട് ബ്രൈഡിനെ നോക്കിയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്, എല്ലാം ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയോ? നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയോ? കുറച്ച് ചെയ്യാൻ പറ്റി. ഹെയർ നന്നായിട്ട് ചെയ്യാൻ പറ്റിയോ? ഓക്കെ, ഹെയർ നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് പറയുന്നത്. സുസ്മിത, യു ക്യാൻ പെർഫോം വെൽ ഓർ യു വാണ്ട് ടു ഇംപ്രൂവ് മോർ? യു ഹാവ് ടു ഇംപ്രൂവ് മോർ. അവൾ പറയുന്നത് അവൾക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നാണ്. പക്ഷേ സ്റ്റിൽ നന്നായിട്ടുണ്ട്. ഇറ്റ് ലുക്കിംഗ് ഗുഡ്, ഷീസ് ലുക്കിംഗ് ഗുഡ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് മേക്കപ്പ്. അപ്പോൾ നമുക്ക് അടുത്ത ആളിനെ കാണാം. ഇനി 2-3 പേരും കൂടെ ഉണ്ട്. നന്നായിട്ടുണ്ട് മേക്കപ്പ്. ഓക്കെ, ഇത് നമ്മുടെ മോഡൽ കീർത്തി. നമ്മൾ ഇത്ര നേരം കണ്ടത് ഹിന്ദു വെഡ്ഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു മോഡൽസിനെ ആയിരുന്നു കണ്ടിരുന്നത്. ഇത് മാത്രമാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് മുസ്ലിം രീതിയിൽ ചെയ്തിരിക്കുന്നത്. കീർത്തിനെ മാത്രമാണ് മുസ്ലിം രീതിയിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ കീർത്തി, മേക്കപ്പ് ഇഷ്ടപ്പെട്ടോ? കീർത്തിക്ക് മേക്കപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചെയ്തിരിക്കുന്ന ഭാവനയും മണിക്കുട്ടിയാണ് ഹെയർ ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സ്കിന്നിൽ കുറച്ച് എന്താ പറയുക പാടുകളൊക്കെ ഉണ്ടായിരുന്നു, കുറേ കൺസീലിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ നന്നായിട്ട് സ്കിൻ ബ്ലെൻഡ് ആകുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് നന്നായിട്ടുണ്ട്. മണിക്കുട്ടി നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മണിക്കുട്ടി ആദ്യത്തേന് അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല, രണ്ടാമത്തേന് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങളെല്ലാവരും ഈ ഒരു ഇപ്പം നമ്മുടെ ഇത്രയും ബ്രൈഡ്സിനെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു 10 days കൊണ്ട് ഇവർക്ക് ഇതുവരെ മേക്കപ്പ് ചെയ്യാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇതുവരെ ഹെയർ സ്റ്റൈലിംഗ് ചെയ്യാത്ത ആൾക്കാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു വർക്കാണ് ഇവർ ഫ്രഷ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. ഇവർ ഓരോരുത്തരെയും വർക്ക് കണ്ടിട്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം.